നമസ്കാരം ട്രേഡേഴ്സ്, നമസ്കാരം ഇൻവെസ്റ്റേഴ്സ്. ദിസ് ഇസ് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. രാവിലെ വരാൻ സാധിച്ചില്ല. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചിരുന്നു ചെറിയൊരു ത്രോട്ട് പെയിൻ. ഇപ്പോഴും കറക്റ്റ് ആയിട്ടില്ല, പതിയെ റിക്കവർ ആവുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിഫ്റ്റി 24,300 എന്ന് പറയുന്ന റേഞ്ച് ഹോൾഡ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇന്നലെ നിഫ്റ്റീനെ ഇത്ര ശക്തമായ ബോർഡർ ടെൻഷനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പോലും നിഫ്റ്റീനെ ഈ ഒരു പോയിന്റ് ഹോൾഡ് ചെയ്യാൻ സാധിച്ചത് റിലയൻസ് ആണ്. റിലയൻസിന്റെ ഒരു മികച്ച റിസൾട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതേ റിലയൻസ് തന്നെയാണ് ഇന്നും ഏകദേശം ഒരു 2% മുകളിൽ റാലി രേഖപ്പെടുത്തി നിഫ്റ്റി 24,300 എന്ന് പറയുന്ന റേഞ്ച് ഹോൾഡ് ചെയ്യാനായിട്ട് സാധിച്ചത്. സെൻസെക്സും നിഫ്റ്റിയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോൾ ഫിൻ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ചെറിയ തോതിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ കണ്ടു. അങ്ങനെ റിലയൻസ് ഇന്ന് ഏകദേശം 2% റാലി രേഖപ്പെടുത്തി അവരുടെ മാർക്കറ്റ് ക്യാപ്പ് 93,000 കോടിക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപ്പ് കരസ്ഥമാക്കി. റിലയൻസിനെ സംബന്ധിച്ച് റിലയൻസിൻ്റെ 10 മാസത്തെ ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഇപ്പോൾ റിലയൻസ് ട്രേഡ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ സ്റ്റോക്കിനെ സംബന്ധിച്ച് പറയുമ്പോൾ ട്രെൻഡ് ഇന്ന് ഏകദേശം ഒരു 6% ഒരു റാലി ഉണ്ടാക്കി. ട്രെൻഡ് മികച്ചൊരു റിസൾട്ട് കൊണ്ടുവന്നു. ഡിഫൻസ് സെക്ടറുകളിൽ ഡിഫൻസ് സ്റ്റോക്കിൽ എസ്പെഷ്യലി HAL ഇന്നലെയും നമ്മൾ റാലി കണ്ടു. ഇന്നും HAL നേട്ടം കൈവരിച്ചു. പാരാസ് ഡിഫൻസ് ഇന്നലെ ഏകദേശം ഒരു 9% ഒരു നേട്ടം കൈവരിച്ചിരുന്നു. ഇന്നും പാരാസ് ഡിഫൻസ് ഏകദേശം 20% മുകളിൽ നേട്ടം കൈവരിക്കാനായിട്ട് പറ്റി. IT സ്റ്റോക്കുകൾ ടെക്കമും LNT മൈൻട്രിയും പെർസിസ്റ്റൻസ് സിസ്റ്റം പോലെയുള്ള സ്റ്റോക്കുകൾ ഇന്നത്തെ ലോയിൽ നിന്ന് റിക്കവറി രേഖപ്പെടുത്തി. ഗോൾഡ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇപ്പോൾ സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് മോഡലാണ് ഇപ്പോൾ ഉള്ളത്. റുപ്പീസും ഇപ്പോൾ 84.92 എന്ന നിലയിൽ ഡോളറിനെതിരെ ശക്തി ആർജിച്ചു. FISന്റെ ഭാഗത്ത് നിന്ന് കണ്ടിന്യൂസ് ബൈയിങ് ആണ് റുപ്പീസിന് നേട്ടം കൈവരിക്കാനായിട്ട് പറ്റിയത്. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾക്ക് ഇടയിൽ ഇന്ത്യ US ട്രേഡ് നെഗോസിയേഷൻ ഡിസ്കഷനെല്ലാം തന്നെ ഓൺഗോയിങ് ആണ്. US വൈസ് പ്രസിഡന്റ് ഇന്ത്യയിൽ വന്നു, ആദ്യ ഘട്ട ചർച്ചകൾ നടത്തി. ഇപ്പോൾ ഇന്ത്യൻ പ്രതിനിധികൾ വാഷിങ്ടണിൽ US ആയിട്ട് ഈ ഒരു ട്രേഡ് നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ, എന്തൊക്കെ പറഞ്ഞാലും US ചൈന ടെൻഷൻ അത് നിലനിൽക്കും. ഇപ്പം ഇത് പരിഹരിക്കപ്പെട്ടാലും ചൈനയുടെ ഉള്ളിൽ ഒരു മുറിവുണ്ടാവും, US-ൻ്റെ ഉള്ളിൽ ഒരു മുറിവുണ്ടാവും. അത് US-ലെ പ്രധാനപ്പെട്ട കമ്പനികളായിട്ടുള്ള ടെസ്ല, ആപ്പിൾ തുടങ്ങിയ കമ്പനീസ് ചൈനയിൽ നിന്ന് ഒരു പറിച്ചു നടൽ ഉണ്ടാവും. ചൈനയിൽ നിന്ന് പറിച്ചു നടൽ ഉണ്ടാവുമ്പോൾ നമുക്കറിയാം ആപ്പിളിൻ്റെ ഏകദേശം 50% പ്രൊഡക്ഷൻ ഇപ്പോൾ ഫോക്സ്കോൺ ഇന്ത്യയിൽ പ്ലാൻ ഉണ്ട്. അപ്പോൾ അത് വർദ്ധിക്കും. അപ്പോൾ ടെസ്ല ഇന്ത്യയിലേക്ക് കടന്നു വരും. അപ്പോൾ ചൈനയെ US പിന്തള്ളുകയാണെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ ഇന്ത്യക്കായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചൈനയുടെ കാര്യം, US-നെ സംബന്ധിച്ച് US-ലെ കൺസ്യൂമർ പ്രൊഡക്റ്റ് ചൈനീസിനെ ഏകദേശം ഒരു 50% ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചൈനയെ സംബന്ധിച്ച് US ഒരു വിപണി അല്ലാതാകുന്ന സാഹചര്യത്തിൽ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യ ആയിരിക്കാം ചൈനയെ സംബന്ധിച്ച് വലിയൊരു വിപണി. അപ്പോൾ രണ്ട് രീതിയിലും ഈ ഒരു പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിക്കാൻ സാധ്യത ഉള്ള ഒരു രാജ്യം ഇന്ത്യയാണ്. ഏറ്റവും റീസെൻ്റായിട്ട് നമ്മൾ കണ്ട ഇന്ത്യയുടെ ന്യൂട്രൽ പോളിസി എന്തായിരുന്നു? US റഷ്യ പ്രശ്നം ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ റഷ്യ ഉക്രൈൻ പ്രശ്നം ഉണ്ടായപ്പോൾ ഇന്ത്യ ഉക്രൈനോടൊപ്പം ചേർന്നു. എന്നാൽ റഷ്യയിൽ നിന്ന് വില കുറഞ്ഞ രീതിയിൽ ക്രൂഡും വാങ്ങി. അപ്പോൾ എപ്പോഴും ഇന്ത്യ ഈ തരത്തിലുള്ള ന്യൂട്രൽ പോളിസീസാണ് നമ്മൾ എടുക്കാറ്. അതിപ്പോൾ ഏത് ഗവൺമെൻറ് ആണെങ്കിലും തന്നെയും ഇതേ പോളിസി തന്നെയാണ് എടുക്കാറ്. അപ്പോൾ ആ കാര്യത്തിൽ ഇന്ത്യ മിടുക്കനാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഒരു ഇയർ തൊട്ട് ഇന്ത്യ ആ ഒരു ന്യൂട്രൽ പോളിസിയാണ് പിന്തുടർന്ന് പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിലും ഇന്ത്യക്കായിരിക്കും ഏറ്റവും വലിയ നേട്ടം. ഇനിയിപ്പോൾ ബോർഡർ ടെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടെൻഷൻ ഇല്ലാതില്ല. അതുകൊണ്ടായിരിക്കാം ഈ ഒരു ഡിഫൻസ് സെക്ടറുകൾ, ഡിഫൻസ് സ്റ്റോക്കുകൾ ഇത്ര ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത്. പക്ഷേ പാകിസ്ഥാൻ ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഈ ഒരു ഇൻസിഡൻറ്റ് നടന്ന അന്നത്തെ ദിവസം മുതൽ ഏകദേശം ഒരു 4% ഒരു ഫോൾ ഉണ്ടായി. അതിനുശേഷം ഇന്ന് പാകിസ്ഥാൻ ഇൻഡെക്സ് ഒരു സ്ലൈറ്റ്ലി ഒരു റിക്കവറി മോഡലാണ് ഉള്ളതെന്ന് വേണം പറയാൻ. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ
ഈ ഇൻഡിഗോ പോലെയുള്ള കമ്പനീസിനാണ് ക്ഷീണം ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. കാരണം ഇൻഡിഗോ റീറൂട്ട് ചെയ്യുമ്പോൾ കൂടുതൽ സമയം വേണം, കൂടുതൽ ഫ്യൂവൽ വേണം, ടിക്കറ്റ് ചാർജ് ഉയരും. അത് പാകിസ്ഥാനും നഷ്ടം ഉണ്ടാവും. കാരണം ഈ ഒരു ഫ്ലൈറ്റ് പാകിസ്ഥാനിലൂടെ പോകുമ്പോൾ പാകിസ്ഥാനും ഏകദേശം ഒരു 2.5 കോടി പ്രതിദിനം കിട്ടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഏകദേശം കഴിഞ്ഞ തവണ പാകിസ്ഥാൻ ബോർഡറുകൾ അടച്ചപ്പോൾ നമ്മൾ കണ്ടതാണ് 450 കോടിയുടെ നഷ്ടം ഉണ്ടായി. അപ്പോൾ പാകിസ്ഥാന് നഷ്ടമുണ്ട്, ഇൻഡിഗോക്കും ചിലവുകൾ കൂടുതലുണ്ടാവും. പക്ഷേ ഇൻഡിഗോ ഈ ഒരു ഇഷ്യൂ കാരണം ഈ കഴിഞ്ഞ ഒരു 5 ദിവസം കൊണ്ട് 5% മാത്രമാണ് ഫോൾ ആയിട്ടുള്ളൂ. ഇത് നമുക്ക് കുറച്ച് സ്റ്റോക്കിംഗ് ന്യൂസിലേക്ക് നമുക്ക് പോകാം. അപ്പം മെയ് മാസം 2-ാം തീയതിയാണ് കൊച്ചി നമ്മുടെ ഓഫീസിൽ വെച്ച് ബേസിക് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ക്ലാസ് ഉള്ളത്. മെയ് മാസം 4-ാം തീയതി ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ, അത് ഇൻഡെക്സ് ഓപ്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 കോഴ്സുകളും കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമന്റിൽ ബന്ധപ്പെടാം. ബേസിക്കും ഉണ്ട്, ഓപ്ഷനും ഉണ്ട്. 2 വ്യത്യസ്ത ഡേറ്റുകളാണ്, മെയ് 2, മെയ് 4. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്ക് ന്യൂസ് പോകാൻ മുമ്പ് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് പരിശോധിക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാം CAC 40 ഫ്രാൻസ് ഫ്ലാറ്റാണ്. ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് പോസിറ്റീവാണ്. ഇന്ത്യ വിക്സ് ഇന്ന് 3% ഉയർന്നു, 17.4. ഡോ ഫ്യൂച്ചർ പോസിറ്റീവാണ്. ജപ്പാൻ മാർക്കറ്റ് പോസിറ്റീവാണ്. കൊറിയ പോസിറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഏറ്റവും ടോപ്പിൽ നിന്ന് 3-ാമത് ഗോൾഡ് $35 ഇടിഞ്ഞു. $3,300 എന്ന നിലയിലാണ് ഇപ്പോൾ ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. സ്റ്റോക്ക് ന്യൂസിലേക്ക് പോകാം. IOL കെമിക്കലായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസാണ്. ചെറിയൊരു പെയിൻ ഉള്ളതുകൊണ്ടാണ് ഈ വാക്കുകൾ അത്ര ക്ലാരിറ്റി ഇല്ലാത്തത്. IOL കെമിക്കൽ ചൈനീസ് റെഗുലേറ്ററി ഇവരുടെ ഒരു മെഡിസിന് എക്സ്പോർട്ട് അപ്രൂവൽ കൊടുത്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. അംബുജ സിമെന്റ് ഇവരുടെ Q4 റിസൾട്ട് വന്നു. റവന്യൂ 6% ഒരു സ്പൈക്ക് ഉണ്ടായി. ബജാജ് ഫിനാൻസ് കമ്പനി ബോണസ്, ഡിവിഡൻഡ്, സ്റ്റോക്ക് സ്പ്ലിറ്റ് തുടങ്ങിയ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഇന്ന് ബോർഡ് മീറ്റിംഗ് കൂടിയിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. ഇതെല്ലാം തന്നെ സ്റ്റോക്ക് ന്യൂസാണ്, ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല. ഓറബിൻഡോ ഫാർമ കമ്പനി ഇവരുടെ ആന്ധ്രാപ്രദേശിലുള്ള ഇവരുടെ പ്ലാന്റ് അടുത്ത 20 ദിവസത്തേക്ക് പ്ലാന്റിന്റെ പ്രവർത്തനത്തിൽ ഭാഗികമായി ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കമ്പനി അറിയിച്ചു. സ്റ്റോക്കിൽ നിന്ന് 4% പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ജെൻസോൾ എഞ്ചിനീയറിംഗ് കമ്പനി ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായ ഒരു കമ്പനി. EDയുടെ റൈഡ് ഇന്നും തുടർന്നു. കമ്പനിയുടെ ഓഫീസിൽ സ്റ്റോക്കിൽ നിന്ന് 5% ഫോള് കണ്ടു. മാക്സ് ഹെൽത്ത് കെയർ കമ്പനി ഹോസ്പിറ്റൽ രംഗത്തുള്ള കമ്പനിയാണ്. കമ്പനി 5100 ബെഡ് കപ്പാസിറ്റി ഇവരുടെ ഹോസ്പിറ്റലിൽ ആഡ് ചെയ്യുമെന്നുള്ള ന്യൂസ് ഉണ്ട്. NBCC കമ്പനിക്ക് 130 കോടി രൂപയുടെ ടൗൺഷിപ്പ് പ്രൊജക്റ്റ് കമ്പനിക്ക് കിട്ടിയതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ടാറ്റ ടെക്നോളജി കമ്പനി ഇവർ TPG എന്ന് പറയുന്ന ഇവരുടെ ഒരു പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് സ്റ്റോക്ക് ബ്ലോക്ക് ഡീലിലൂടെ സെല്ല് ചെയ്ത് മാറിയതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ബിർള സോഫ്റ്റ് കമ്പനി ഇവർ ഒറാക്കിളായിട്ടുള്ളൊരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. മോർഫിൻ ലാബ് കമ്പനി ഫാറ്റി ലിവറിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു പുതിയ മെഡിസിൻ ഇവർ വികസിപ്പിക്കുന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്. വേൾപൂൾ കമ്പനി ഇവരുടെ പാരന്റ് കമ്പനി ഇന്ത്യൻ യൂണിറ്റ് ഏകദേശം 31% സ്റ്റേക്ക് സെല്ല് ചെയ്യുകയാണെന്നുള്ള ന്യൂസ് ഉണ്ട്. സ്റ്റോക്കിൽ നിന്ന് 7% റായി രേഖപ്പെടുത്തി. പ്രസ്റ്റീജ് കമ്പനി റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. CLS എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി പ്രസ്റ്റീജിൻ്റെ റേറ്റിംഗ് അപ്ഗ്രേഡ് ചെയ്തതായിട്ടുള്ള ന്യൂസാണ് ഉള്ളത്. നാളെ പരമാവധി വരാൻ ശ്രമിക്കാം. പ്രീ മാർക്കറ്റ് മിസ് ചെയ്യാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. പരമാവധി വരാൻ ശ്രമിക്കാം. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.